വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി ഒരു ഡെസേർട്ട് ഐറ്റമാണ്. ബദാം കുൽഫിയാണ് ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തലേന്ന് തന്നെ ഇത് ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി 1/4 കപ്പ് ബദാം ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഇവിടെ ഞാനൊരു ബൗളിനകത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾക്ക് 1/4 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കണം. പാൽ ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ഒരു ജാർ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഈ ബദാമും പാലും മാറ്റുകയാണ്. ഇത് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഈ ഗ്രൈൻഡ് ചെയ്തിരിക്കുന്ന ബദാം ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു പാൻ വെക്കുക. പാനിൽ ഞാൻ 500 ml മിൽക്ക് ചേർത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു സ്പാറ്റില യൂസ് ചെയ്തിട്ട് ഈ പാൽ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാൻ പാൽ ചൂടാക്കിയെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം. തിളച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഓരോ ചേരുവകളായി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പാൽ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പാൽ നന്നായി തിളച്ചതിന് ശേഷം ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കാണ്. 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ പാലിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നേരത്തെ തന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് പെർഫെക്റ്റായി വീട്ടിൽ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കിയെടുക്കാം. അത് നമുക്ക് തയ്യാറാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്കൊരു 6 മാസം വരെയൊക്കെ ഡെസേർട്ട് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ ആ സമയത്ത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തതിന് ശേഷം നന്നായി സ്പാറ്റില യൂസ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ പാൽ നന്നായി തിളച്ച് വരുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നിരിക്കുന്നത്. ഈ ഫ്രഷ് ക്രീം നമുക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ്. ഫ്രഷ് ക്രീം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് ഒന്നുകൂടി തിളച്ച് വരുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പാൽ നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആൽമണ്ട് പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ആൽമണ്ട് പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം സ്പാറ്റില യൂസ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഒന്നുകൂടെ നന്നായി ബോയിൽ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായി ബോയിൽ ആയതിനു ശേഷം ഇത് ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് കുറച്ച് നേരം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഇത് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. നന്ന തിക്കൊന്നും ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബദാം കുൽഫി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിന് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഈ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ഇതിനകത്ത് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പിസ്തയും ബദാമും കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നു. അത് ഇതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ച് ഇതൊന്ന് കവർ ചെയ്തതിന് ശേഷം ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 4-5 മണിക്കൂർ സമയത്തിനുള്ളിൽ ഇത് സെറ്റായി കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബദാം കുൽഫി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നന്നായി ഫ്രീസായി വന്നിട്ടുണ്ട് ഇത്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുൽഫിയാണിത്. കുട്ടികളെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.